ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് മോഡ്യൂളാണ്. മോഡ്യൂൾ 5 ആണ്. അപ്പം അതിൽ നമ്മൾ മെയിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഇപ്പം സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, അതായത് നമ്മളൊരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം ഡൊമൈൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് സോഫ്റ്റ്വെയർസാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നമ്മൾ റിക്വയർമെൻറ്റ് അനാലിസിസ്, അതിൻ്റെ കോസ്റ്റ് എസ്റ്റിമേഷൻ, അതുപോലെ തന്നെ ഡിസൈന്, കോഡിംഗ്, ടെസ്റ്റിംഗ്, ഇത്രയും കാര്യങ്ങളാണ് ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ നെക്സ്റ്റ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ആണ്. അതായത് നമ്മൾ ഇൻഡസ്ട്രിയിലോട്ട് അത് ഡെലിവറി ചെയ്ത് കഴിയുമ്പം കസ്റ്റമേഴ്സിന് കൊടുത്തു കഴിയുമ്പം അല്ലെ നമ്മളതിൻ്റെ എന്തെങ്കിലും കറക്ഷൻസോ പ്രോബ്ലംസോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ളത് ചെക്കിംഗ് ആണ് ആക്ച്വലി മെയിൻ്റനൻസിൽ വരുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ റിസ്ക് മാനേജ്മെൻറ്റ്, ഈ രണ്ട് പോർഷൻസാണ് മോഡ്യൂൾ 5 നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓവർവ്യൂ ഓഫ് മെയിൻ്റനൻസ് പ്രോസസ്, ടൈപ്പ് ഓഫ് മെയിൻ്റനൻസ് ആണ് ആക്ച്വലി ചെക്ക് ചെയ്യുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ റിസ്ക് മാനേജ്മെൻറ്റ് വരും, പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസെപ്റ്റുകൾ, ഇത്രയും കാര്യങ്ങളാണ് മോഡ്യൂൾ 5 വരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ആണ്. എന്താണ് മെയിൻ്റനൻസ് എന്ന് നോക്കാം. It is a task that is likely to happen when the software is delivered to the customer site and it is installed and operational. ഓക്കെ, അപ്പം നമ്മൾ അതായത് ടെസ്റ്റിംഗ് എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ സൈറ്റിലോട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കും. അത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പറേഷണൽ ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. ഡെലിവറി ഓർ റിലീസ് ഓഫ് എ സോഫ്റ്റ്വെയർ ഇനാഗ്രേറ്റ്സ് ദ മെയിൻ്റനൻസ് ഫേസ് ഓഫ് ലൈഫ് സൈക്കിൾ. അപ്പം ഡെലിവറി അല്ല റിലീസ് എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ഫേസിൻ്റെ ലൈഫ് സൈക്കിളിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്ന് പറയാം. അപ്പോൾ അത് റിലീസ് ചെയ്ത് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ ആക്ച്വലി മെയിൻ്റനൻസ് ഫേസിൻ്റെ ആവശ്യകത വരുന്നത്. അപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ എന്നുള്ളത്. കൺസ്യൂംസ് 40% to 70% ഓഫ് കോസ്റ്റ് ഓഫ് എൻ്റെ ലൈഫ് സൈക്കിൾ. ഇറ്റ് മേ സ്പാൻ ഫോർ 20 years. ഓക്കെ, ദെൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് ഈസ് എ വെരി ബ്രോഡ് ആക്ടിവിറ്റി ദാറ്റ് ഇൻക്ലൂഡ്സ് എറർ കറക്ഷൻസ്, എൻഹാൻസ്മെൻറ്റ്സ് ഓഫ് കേപ്പബിലിറ്റീസ്, ഡിലീഷൻ ഓഫ് അബ്സലേറ്റ് കേപ്പബിലിറ്റീസ്, ഒപ്റ്റിമൈസേഷൻ. ആക്ച്വലി നമ്മളെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടാവും, നമ്മൾ ഡിസൈൻ ഫേസിലായാലും കോഡിംഗ് ഫേസിലായാലും ടെസ്റ്റിംഗ് ഫേസിലായാലും ഈ ടെസ്റ്റ് ചെയ്തിട്ടും എല്ലാം എറർ കറക്ഷൻസും കാര്യങ്ങളും എല്ലാം ചെയ്താണ് വരുന്നത്. പല ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ കസ്റ്റമർ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പം അല്ലെങ്കിൽ ഡെലിവറി ചെയ്ത് കഴിയുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ പിന്നെയും ആ ഇതുമായിട്ട് പ്ലാറ്റ്ഫോമായിട്ട് മേ ബി ഇത് ലിങ്ക്ഡ് ആവാം, അതായത് ഇൻട്രാക്റ്റീവ് ആകാത്ത രീതിയിൽ വരാം. അപ്പം ചില എറേഴ്സൊക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള എറേഴ്സ് എന്തെങ്കിലും വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആക്ച്വലി ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതാണ് എറർ കറക്ഷൻസ്, കേപ്പബിലിറ്റി എൻഹാൻസ്മെൻറ്റ് ഓഫ്, ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കസ്റ്റമേഴ്സ് സൈറ്റിലോട്ട് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം എനി വർക്ക് ഡൺ ടു ചേഞ്ച് ദ സോഫ്റ്റ്വെയർ ആഫ്റ്റർ ഇറ്റ് ഈസ് ഇൻ ഓപ്പറേഷൻ ഈസ് കൺസിഡേർഡ് ആസ് മെയിൻ്റനൻസ് വർക്ക്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞല്ലോ ഡെലിവറി ചെയ്ത ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ മെയിൻ്റനൻസ് ഫേസിൽ ചെയ്യുന്നത്. ദ പർപ്പസ് ഈസ് ടു പ്രിസർവ് ദ വാല്യൂ ഓഫ് ദ സോഫ്റ്റ്വെയർ ഓവർ ടൈം. ദെൻ കാറ്റഗറീസ് ഓഫ് മെയിൻ്റനൻസ് പറയുമ്പം കറക്റ്റീവ് മെയിൻ്റനൻസ് ഉണ്ട്, അഡാപ്റ്റീവ് ഉണ്ട്, പെർഫെക്റ്റീവ് മെയിൻ്റനൻസ് ഉണ്ട്. അപ്പോൾ ഓരോ കേസസിൽ ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നമ്മൾ എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ വേണോ എന്നുള്ളതൊക്കെയാണ് ആക്ച്വലി ചെക്ക് ചെയ്യുന്നത്. കറക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ this refers to modifications initiated due to defects appearing in the software while it is in use. Defects arises due to design errors, logic errors, coding errors. അതായത് ത്രൂ ഔട്ട് നമ്മൾ പ്രീവിയസ് കണ്ട ഫേസസിലെല്ലാം നമ്മൾ ചിലപ്പം ശ്രദ്ധിക്കാതെ പോയ, നമ്മൾ പല ടെസ്റ്റിങ് നമ്മൾ ചെക്കിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ശ്രദ്ധിക്കാതെ ചിലപ്പം കൺസിഡർ ചെയ്യാതെ പോയ കുറേ ടൈപ്പ് ഓഫ് എറേഴ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ കറക്റ്റീവ് മെയിൻ്റനൻസ് ഫേസിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യകതയൊക്കെ വരും. അപ്പോൾ ഡിസൈൻ കേസസിലുള്ള എറേഴ്സ്, ലോജിക്കൽ കോഡിംഗ് എറേഴ്സ് ഒക്കെയാണ് ആക്ച്വലി ഇതിനകത്ത് വരുന്നത്. എന്തായിരിക്കും ഡിസൈൻ എറേഴ്സൊക്കെ എന്തൊക്കെയായിരിക്കാം വരുന്നത്? occur when changes made to the software are incorrect, incomplete, wrongly communicated. അതായത് ഡിസൈൻ എന്ന് പറഞ്ഞ ഫേസ് വർക്ക് ചെയ്യുന്നത് റിക്വയർമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കസ്റ്റമേഴ്സ് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എങ്കിൽ ചില കേസസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഔട്ട്പുട്ടൊന്നും കിട്ടിയില്ല എങ്കിൽ അതൊരു പ്രശ്നമായിട്ട് വരാം. അപ്പോൾ കസ്റ്റമേഴ്സ് അത് റിപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഡിസൈൻ എറേഴ്സ്, ലോജിക്കൽ എറേഴ്സ് ഒക്കെ ഡ്യൂ ടു ഇൻവാലിഡ് ടെസ്റ്റ് ആൻഡ് കൺക്ലൂഷൻസ്. അപ്പം നമ്മൾ ഈ ഡിസൈൻ കേസസിൽ എറേഴ്സ് വരുമ്പോൾ ഓഫ് കോഴ്സ് അത് റിലേറ്റഡ് ആയിട്ടുള്ള അതിനെ ബേസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ലോജിക്കൽ എറേഴ്സ് ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട്. ഇൻകറക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഡിസൈൻ സ്പെസിഫിക്കേഷൻ, ഫോൾട്ടി ലോജിക് ഫ്ലോ, ഇൻകംപ്ലീറ്റ് ടെസ്റ്റ് ഡേറ്റ, ഇങ്ങനെയൊക്കെ സം ഓഫ് എറേഴ്സ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. കുറേ അധികം കേസസ് വരാൻ ചാൻസസ് ഉണ്ട്. ദെൻ കോഡിംഗ് എറേഴ്സ് അറൈസസ് ഡ്യൂ ടു
Incorrect implementation of detailed design, incorrect use of source code logic, data processing errors, system performance errors. ആ കോഡിംഗ് ഒക്കെ ആകുമ്പം തന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മൾ എന്തായാലും ടെസ്റ്റ് ചെയ്താൽ പോലും ചില കേസസിൽ എറേഴ്സൊക്കെ വരാം. അപ്പം സം ഓഫ് എക്സാമ്പിൾസ് ആണ് നമ്മളുടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ദെൻ അഡാപ്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻവയോൺമെൻറ്റിനനുസരിച്ച് നമ്മൾ അഡാപ്റ്റീവ് ആകുക എന്ന് പറയത്തില്ല. എൻവയോൺമെൻറ്റിൽ ചേഞ്ചസ്, ഇപ്പം ടെക്നോളജീസ് ചേഞ്ച് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം നമ്മൾ ആ ചേഞ്ചസ് നമ്മുടെ ഇതിനകത്ത് വരുത്താൻ പറ്റണം. It includes modifying the software to adapt to the changes in the environment. Environment refers to the external influences acting on a software. അതായത് ബിസിനസ് റൂൾസ് ചേഞ്ച് ചെയ്യാം, ഗവൺമെൻറ് പോളിസീസ് ചേഞ്ച് ചെയ്യാം, വർക്ക് പാറ്റേൺസ്, സോഫ്റ്റ്വെയർ ആൻഡ് ഹാർഡ്വെയർ പ്ലാറ്റ്ഫോംസ്, ഇതെല്ലാം ചേഞ്ച് ആവാം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ആണ് നമ്മൾ ഈ അഡാപ്റ്റീവ് മെയിൻ്റനൻസ് ചെയ്യുന്നത്. ഈ ചേഞ്ച് ടു ദ എൻവയോൺമെൻറ്റ് റിക്വയർ മോഡിഫിക്കേഷൻസ് ടു ദി software. Modifications happens when software moves to a different hardware or software platform. Then perfective maintenance. Perfective maintenance എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബെറ്റർ ആക്കുക, അതായത് എറേഴ്സ് ഒന്നും ഇല്ലാതെ ഫാസ്റ്ററാക്കി ബെറ്റർ പെർഫോമൻസ് കൊടുക്കുക എന്നുള്ളതാണ് perfective maintenance. This maintenance happens for improving processing efficiency, performance, changeability of the software. User tries to expand the requirements and enhance existing സിസ്റ്റം ഫങ്ഷനാലിറ്റി. അപ്പോൾ എൻഹാൻസ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ബെറ്റർ പെർഫോമൻസ്, അതുപോലെ തന്നെ ഫാസ്റ്റ് ആയിരിക്കുക, എഫിഷ്യൻ്റ് ആയിരിക്കുക, നമ്മൾ സോഫ്റ്റ്വെയറിൽ ചേഞ്ചസ് ഒക്കെ വരുത്തണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പെർഫെക്റ്റീവ് മെയിൻ്റനൻസിൽ വരുന്നത്. ദിസ് മെയിൻ്റനൻസ് ഈസ് ഓൾസോ കോൾഡ് എൻഹാൻസ്മെൻറ്റ്. എൻഹാൻസ്മെൻറ്റ്സ് ആർ ഡൺ ടു മേക്ക് ദ പ്രൊഡക്റ്റ് ബെറ്റർ, ഫാസ്റ്റർ, ബെറ്റർ ഡോക്യുമെൻറ്റഡ്, സ്ട്രക്ചർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതർ ടൈപ്സ് ഓഫ് മെയിൻ്റനൻസ് ആണ്. മെയിൻ്റനൻസ് ഇൻക്രീസ് ഇൻ ദ കോംപ്ലക്സിറ്റി ഓഫ് ദി സോഫ്റ്റ്വെയർ. ഓഫ് കോഴ്സ് നമ്മൾ ഒരു കാര്യം ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു പാക്കേജായിട്ട് വെച്ചിരിക്കുന്ന കാര്യം വീണ്ടും മെയിൻ്റനൻസ് ചെയ്യാമെന്നാണ്. കോംപ്ലക്സിറ്റി തന്നെയാണ്, കോംപ്ലക്സ് ആണ്. ദ വർക്ക് ഈസ് റിക്വയർഡ് ടു ബി ഡൺ ടു റെഡ്യൂസ് if possible. This work may be named as preventive maintenance. അപ്പോൾ നമുക്ക് കുറച്ച് അതായത് കെയർഫുള്ളായിട്ട് പോയി കഴിഞ്ഞാൽ കുറേയൊക്കെ വർക്ക് കുറയ്ക്കാൻ പറ്റും. എയിം ഓഫ് ദിസ് മെയിൻ്റനൻസ് ഈസ് ടു മേക്ക് ദ പ്രോഗ്രാം അണ്ടർസ്റ്റാൻഡബിൾ. ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് കോഡ് റീസ്ട്രക്ചറിങ്, കോഡ് ഒപ്റ്റിമൈസേഷൻ, ഡോക്യുമെൻറ്റേഷൻ അപ്ഡേറ്റിംഗ്. ദിസ് റെഡ്യൂസസ് കോംപ്ലക്സിറ്റി ഓഫ് ദി കോഡ്. അപ്പോൾ ഇത് നമ്മൾ പെർഫെക്റ്റീവിലാണ് കൂടുതലായിട്ട് എന്താ പറയുക ടൈം വരുന്നത്. അതായത് നമ്മൾ മെയിൻ്റനൻസ് കൂടുതലായിട്ട് വരുന്നത് പെർഫെക്റ്റീവിൻ്റെ കേസസിലാണ്. അഡാപ്റ്റീവ് 24%, പ്രിവെൻറ്റീവ് 4%, കറക്റ്റീവ് 21%, പെർഫെക്റ്റീവാണ് 50% വരുന്നത്. Then problems during maintenance. Often the program is written by one person and maintenance done by another person. Okay, often the program is changed by person who didn't understand it clearly. Program listing are not structured. High staff turnover. അപ്പോൾ ആക്ച്വലി മെയിൻ്റനൻസിലൊക്കെ പ്രോബ്ലംസ് ഒക്കെ വരുന്നത് ഇപ്പോൾ ഒരാൾ ചെയ്ത കോഡ് വേറൊരാൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ അയാൾക്ക് അറിയത്തില്ല, വേറൊരാൾക്ക് അറിയത്തില്ലാത്ത കാര്യം അവർ ചെയ്യാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പ്രോബ്ലംസ് ഡ്യൂറിങ് മെയിൻ്റനൻസ് വരുന്നത്. ദെൻ സൊല്യൂഷൻസ് പറഞ്ഞാൽ ബഡ്ജറ്റ് ആൻഡ് എഫേർട്ട് റിയലോക്കേഷൻ. അപ്പം ബഡ്ജറ്റ് ആൻഡ് എഫേർട്ട് റിയലോക്കേഷൻ, ടൈം ആൻഡ് റിസോഴ്സസ് ആർ ടു ബി ഇൻവെസ്റ്റഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് മെയിൻ്റനബിൾ സിസ്റ്റം റാദർ ദാൻ അൺമെയിൻ്റനബിൾ സിസ്റ്റം. ഓക്കെ, മെയിൻ്റനബിൾ സിസ്റ്റം റാദർ ദാൻ അൺമെയിൻ്റനബിൾ. അപ്പം നമുക്ക് മെയിൻറ്റെയിനബിൾ ചെയ്ത്, അതായത് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റുന്ന സിസ്റ്റത്തിൽ വേണം എഫർട്ട് ആൻഡ് ടൈം റിസോഴ്സസ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. കംപ്ലീറ്റ് റീപ്ലേസ്മെൻറ്റ് ഓഫ് ദി സിസ്റ്റം. ഇഫ് മെയിൻ്റനൻസ് കോസ്റ്റ് ഓഫ് എക്സിസ്റ്റിംഗ് സിസ്റ്റം ഈസ് ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ഡെവലപ്പിംഗ് എ ന്യൂ വൺ, ഇറ്റ് ഈസ് ബെറ്റർ ടു ഡെവലപ്പ് ന്യൂ വൺ ഫ്രം സ്ക്രാച്ച്. അപ്പം വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ എന്താ പറയുക, എക്സിസ്റ്റിംഗ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്തെടുക്കുന്ന കോസ്റ്റ് കമ്പയർഡ് ടു ന്യൂ, അതായത് പുതിയതൊരെണ്ണം ഡെവലപ്പ് ചെയ്യുന്നതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം കൂടുതലാണെങ്കിൽ നമ്മൾ എന്താണ് തീർച്ചയായിട്ടും പുതിയ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, മെയിൻ്റനൻസ് ഓഫ് എക്സിസ്റ്റിംഗ് സിസ്റ്റം. കംപ്ലീറ്റ് റീപ്ലേസ്മെൻറ്റ് ഓഫ് എ സിസ്റ്റം ഈസ് നോട്ട് എ വയബിൾ ഓപ്ഷൻ. അപ്പം നമുക്ക് ഇപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു കംപ്ലീറ്റ് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല. ദെൻ കറൻറ്റ് സിസ്റ്റം മസ്റ്റ് ഹാവ് ദ പൊട്ടൻഷ്യൽ ടു ഇവോൾവ് ടു ദി ഹയർ റേറ്റ്. ഓക്കെ, എക്സിസ്റ്റിംഗ് സിസ്റ്റം മസ്റ്റ് ഇൻ്റഗ്രേറ്റ് ടു അതർ വൺസ് ഇൻ എ കോസ്റ്റ് എഫക്റ്റീവ് മാനർ. അപ്പം നമുക്ക് കുറേയൊക്കെ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് നിലനിർത്തിക്കൊണ്ട് വേറൊരെണ്ണത്തിനകത്തോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള സൊല്യൂഷൻസും നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ്റനൻസ് എന്ന് പറയുന്ന കാര്യത്തിൽ വരുന്ന കാറ്റഗറീസ് നോക്കി എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ കേസസിലൊക്കെയാണ്, എപ്പോഴൊക്കെയാണ് മെയിൻ്റനൻസ് ആവശ്യമായിട്ട് വരുന്നത്, അതിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും. എപ്പോഴും നമ്മൾ ഒരു എറർ വന്നു
എന്ന് പറഞ്ഞാൽ പുതിയ ഒരു സോഫ്റ്റ്വെയർ ഒന്നും ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. മാക്സിമം നമ്മളതിൽ റിസോൾവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മെയിൻ്റനൻസ് എന്ന് പറയുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്.